കൊല്ലം സായി ഹോസ്റ്റലിൽ രണ്ട് കൗമാര കായിക താരങ്ങൾ ജീവിതം അവസാനിപ്പിച്ച സംഭവം കേരളത്തിന്റെ മനസ്സാക്ഷിയെ നടുക്കുന്നതാണ്. പഠനത്തിലും കായിക രംഗത്തും മികവ് പുലർത്തിയ രണ്ട് പെൺകുട്ടികൾ ഒരേ സമയം ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുത്തത് കായിക കേരളത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് അവശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന പ്രമുഖ കേന്ദ്രങ്ങളിൽ ഒന്നായ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തു വന്ന വാർത്ത കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയും കബഡി താരവുമായ വൈഷ്ണവി, കോഴിക്കോട് സ്വദേശിനിയും അത്ലറ്റിക് താരവുമായ സാന്ദ്ര എന്നിവരുടെ വിയോഗം കേവലം രണ്ട് ആത്മഹത്യകളല്ല, മറിച്ച് നമ്മുടെ കായിക പരിശീലന കേന്ദ്രങ്ങളിലെ സുരക്ഷയും കായിക താരങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ ദാരുണ സംഭവത്തിലെ ഏറ്റവും വേദനാജനകമായ വശം മരണത്തിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ ഇരുവരും പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും സന്തോഷവുമാണ്. ബുധനാഴ്ച കല്ലുവാതിക്കലിൽ നടന്ന കബഡി ടൂർണമെന്റിൽ വൈഷ്ണവി ഉൾപ്പെട്ട ടീം മികച്ച വിജയം കൈവരിച്ചിരുന്നു. രാത്രി 10:30 വൈഷ്ണവി തന്റെ വീട്ടുകാരെ വിളിച്ച് ഈ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. തന്റെ മകളുടെ സംസാരത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും തോന്നിയിരുന്നില്ലെന്ന് പിതാവ് വേണു വിതുമ്പലോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ സാന്ദ്രയും കഴിഞ്ഞ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു. കരിയറിന്റെ ഉന്നതിയിലേക്ക് കുതിക്കേണ്ടിയിരുന്ന രണ്ട് പ്രതിഭകളാണ് വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പതിവ് പരിശീലനത്തിന് മൈതാനത്ത് എത്താതിരുന്നത്. തിരച്ചിലിനൊടുവിൽ ഹോസ്റ്റൽ മുറിയിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടെത്തുമ്പോൾ കായിക ലോകത്തിന് നഷ്ടമായത് നാളെയുടെ രണ്ട് വാഗ്ദാനങ്ങളെയായിരുന്നു.